അഖില ഭാരത ഹിന്ദു മഹാസഭ LDFന് പിന്തുണ പ്രഖ്യാപിച്ചത് എ വിജയരാഘവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെന്ന അവകാശവാദവുമായി സംഘടന. കഴിഞ്ഞ ദിവസമാണ് എ വിജയരാഘവനുമായി ചർച്ച നടത്തിയതെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സ്വായി സ്വരൂപ്നാഥ് 24-നോട് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പകർത്തിയ ചിത്രവും 24-ന് ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും ഓഫീസിൽ വരും എന്നായിരുന്നു എ വിജയരാഘവന്റെ മറുപടി. കഴിഞ്ഞ ദിവസമാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ LDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. സംഘടനയെക്കുറിച്ച് അറിയുക പോലുമില്ലെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം. എന്നാൽ എ വിജയരാഘവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് LDFന് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സായി സ്വരൂപ്നാഥ് 24-നോട് പറഞ്ഞു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ചർച്ച നടത്തി തന്നെയായിരുന്നു വട്ടിയൂർക്കാവ് മുതൽ ഇങ്ങോട്ട് ഇലക്ഷനിൽ വന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ നമ്മുടെ വിജയരാഘവൻ സഹായിട്ട് ചർച്ച നടത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. അവിടെ ഇന്നലെ പത്രസമ്മേളനം ചെയ്തിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം കൂടി പുറത്തു വന്നതോടെ CPIM നേതാവ് എ വിജയരാഘവന്റെ പ്രതിരോധം ഇങ്ങനെ: തെരഞ്ഞെടുപ്പ് ഓഫീസിൽ പലരും വരും. അതിപ്പോൾ കാവി എടുത്തവർ വരും, പള്ളിയിലച്ചന്മാർ വരും, മൗലവി വന്നിരുന്ന അവിടെ. അതിങ്ങനെ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആൾക്കാർ വരില്ലേ, അത് വരികയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അത് ഓഫീസിൽ വരുന്ന ആൾക്കാർ നമ്മൾ പുറത്തിറക്കി വിടാൻ പറ്റില്ല. എ വിജയരാഘവൻ മണ്ഡലത്തിലുള്ളത് തങ്ങളുടെ ഭൂരിപക്ഷം കൂടാൻ കാരണമാകുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പരിഹാസം. ഒരു സംഭവം നടക്കുമ്പോൾ അന്വേഷിക്കേണ്ട ചുമതല ഗവൺമെന്റാണ്, അതല്ലാതെ വിടുവായുത്തം പറയരുത്. പിന്നെ വിജയരാഘവൻ പലതും പറയും. വിജയരാഘവൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഉള്ളതാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ഉണ്ടാക്കുക. അത് ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അഖില ഭാരത ഹിന്ദു മഹാസഭ LDFനെയായിരുന്നു പിന്തുണച്ചത്. 24 തിരുവനന്തപുരം.